വയസ്സുകാലത്ത് എനിക്കും തോന്നാറുണ്ട്, ഈ കിളവിയെ കുറെ കാലമായി കൊണ്ടു നടക്കുന്നു, ഒരെണ്ണം കൂടെ ചെറുപ്പക്കാരിയെ കെട്ടിയാൽ എന്താണെന്ന് തോന്നാറുണ്ട്. പക്ഷേ എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോകും, ഷാഫിയെ പോലീസ് പിടിച്ചുകൊണ്ട് പോകില്ല. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾ. ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. മുസ്ലിങ്ങൾക്ക് നാല് കെട്ടാനുള്ള അവകാശം എടുത്തു കളയണം, അതല്ലെങ്കിൽ ആ അവകാശം മറ്റുള്ള മതസ്ഥർക്കും കിട്ടണം എന്നതാണ് ടി.ജി. മോഹൻദാസിന്റെ അവകാശവാദം. മുസ്ലിങ്ങൾ നാല് കെട്ടി സുഖിക്കുന്നതിനുള്ള അസൂയ കൊണ്ടോ അവർ അമർഷം കൊണ്ടോ അല്ല മോഹൻദാസ് നോങ്ങുന്നത്. ആ ഒരിടൽ അദ്ദേഹത്തിന്റെ മതപരി അതല്ലെങ്കിൽ മുസ്ലിം വിരോധം അദ്ദേഹത്തിന്റെ വയറ്റിൽ ദഹിക്കാതെ കിടക്കുന്നത് കൊണ്ടാണ്. നമുക്കാദ്യം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പ്രാക്ടിക്കലി എത്ര പേര് കല്യാണം കഴിക്കുന്നു എന്നുള്ളതല്ല, ഇറ്റ് ഈസ് പെർമിറ്റഡ് എന്നുള്ളതാണ് വിഷയം. ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ കല്യാണം കഴിച്ചാൽ എന്താ? വയസ്സുകാലത്ത് എനിക്കും തോന്നാറുണ്ട്, ഈ കിളവിയെ കുറെ കാലമായി കൊണ്ടു നടക്കുന്നു, ഒരെണ്ണം കൂടെ ചെറുപ്പക്കാരിയെ കെട്ടിയാൽ എന്താണെന്ന് തോന്നാറുണ്ട്. പക്ഷേ എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോകും, ഷാഫിയെ പോലീസ് പിടിച്ചുകൊണ്ട് പോകില്ല. ഷാഫി അത് ചെയ്യുന്നല്ലേ ഞാൻ പറയുന്നത്. അദ്ദേഹം നല്ല മനുഷ്യൻ, അദ്ദേഹം ഇതുപോലത്തെ ഏറാവളത്തിനൊന്നും പോകാത്ത ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് ചെയ്താൽ അദ്ദേഹത്തിന് ചെയ്യുന്നത് കുറ്റമല്ല, ഞാൻ ചെയ്താൽ കുറ്റമായിട്ട് മാറുന്നു. ഇതൊക്കെ ശരിയാണോ? ഒരു പൗരാവകാശത്തിന്റെ പ്രശ്നം ഇതിലില്ലേ? ഒന്നുകിൽ 4 പെണ്ണ് കെട്ടാൻ എനിക്കും അവകാശം വേണം, അല്ലെങ്കിൽ 4 പെണ്ണ് കെട്ടാനുള്ള ഷാഫി ചാലിയത്തിന്റെ അവകാശം എടുത്തു കളയണം. ഞങ്ങൾ അയൽവക്കത്തുകാരാണ്. ഞാൻ നോക്കുമ്പോൾ ഇടാ മൂപ്പര് നല്ല സുഖമായിട്ട് വാഴുന്നു, എനിക്കാണെങ്കിൽ ഒരെണ്ണേ ഉള്ളു താനും. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. ഈ ഒരാളെ കൊണ്ടു നടക്കാനുള്ള പാട് വേറെ, അത് നമുക്ക് പുറത്തു പറയാൻ പറ്റില്ല. ഈ വീഡിയോ കണ്ടതിൽ നിന്നും എന്ത് മനസ്സിലായി? ടി.ജി. മോഹൻദാസിന് നടക്കാൻ ആവതില്ലെങ്കിലും 4 കെട്ടാൻ മോഹമുണ്ട് എന്നാണോ നിങ്ങൾക്ക് തോന്നിയത്? എങ്കിലും അത് ശരിയല്ല. കെട്ടാൻ മോഹൻദാസിന്റെ പൂർവികരും 2, 3, 4 ഒക്കെ കിട്ടിയവരാണ്. ഹിന്ദു പുരാണങ്ങളും ഹൈദികളും നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഈ അവകാശങ്ങളെല്ലാം തന്നെ അവർക്ക് മുമ്പേ ഉള്ളതാണ്, മുസ്ലിങ്ങൾക്ക് മുമ്പേ അവർക്കുള്ളതാണ് ഈ അവകാശങ്ങൾ. 8ഉം 10ഉം ഭാര്യമാരുള്ളവർ തന്നെയായിരുന്നു മോഹൻദാസിന്റെ പൂർവികർ. എന്തിന് മുസ്ലിങ്ങൾക്ക് 4 കെട്ടാൻ നിയമം അനുവദിക്കുന്നുണ്ട് എങ്കിൽ ഹിന്ദു പുരാണങ്ങളിൽ 5 പേരെ ഭർത്താക്കന്മാരായി സ്വീകരിച്ച മഹിളാരത്നങ്ങളും ഉണ്ടായിരുന്നു. മഹാഭാരത യുദ്ധത്തിന് ഒരു കാരണം കൂടിയായത് പാഞ്ചാലിയുടെ വിവാഹമായിരുന്നു. യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ, ഈ 5 പേരിലും പാഞ്ചാലിക്ക് ഓരോ മക്കളും ഉണ്ടായിരുന്നു. എന്തിന് ഈ സമ്പ്രദായത്തിന്റെ തുടർച്ച അടുത്തകാലം വരെയും നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്നു. കിണ്ടിയും കൊളാമ്പിയും ഒക്കെ മുറിക്ക് പുറത്തു വെച്ച് അകത്തൊരാളും അകത്തുള്ളയാൾ പുറത്തു വരുന്നതും നോക്കി പുറത്ത് മറ്റേയാളും കാവലിരിക്കുന്ന ഒരു കാലം നമ്മുടെ കൊച്ചു കേരളത്തിലും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ബഹുഭർത്തൃ സമ്പ്രദായം ഉണ്ടായിരുന്ന മതമായിരുന്നു ഹിന്ദുമതം. എന്നിട്ടാണ് ടി.ജി. മോഹൻദാസ് മുസ്ലിങ്ങളുടെ നേരെ കുതിര കയറാൻ വരുന്നത്. അന്യസ്ത്രീകളിൽ കാമമൂത്ത് വേഷം മാറി വന്ന മഹർഷിമാരും ദേവന്മാരും ഉണ്ടായിരുന്നു. ഇതൊന്നും മറ്റു മതസ്ഥരെ കളിയാക്കാനോ അവരെ വേദനിപ്പിക്കാനോ പറയുന്നതല്ല. ഇങ്ങോട്ട് ചൊറിയുമ്പോൾ അങ്ങോട്ടും എന്തെങ്കിലും ചൊറിയുക എന്നതേ ഉള്ളൂ. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് മോഹൻദാസ് മുസ്ലിങ്ങളുടെ നെഞ്ഞത്ത് കയറി മേയാൻ വരുന്നത്. മോഹൻദാസ് ഒരു വക്കീലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു വക്കീൽ എന്ന നിലക്ക് മുസ്ലിങ്ങളുടെ ഏറെക്കുറെ വിശ്വാസങ്ങളോ നിയമവശവും മോഹൻദാസിന് അറിയാതിരിക്കുകയില്ല. എന്നിട്ട് മോഹൻദാസ് വളഞ്ഞു പോകുന്നത് അപരമത വിദ്വേഷം കൊണ്ട് മാത്രമാണ്. ഇസ്ലാം ബഹുഭാരിത്വത്തെ അംഗീകരിച്ചത് ഏകദേശം 6ാം നൂറ്റാണ്ടിലാണ്. മനുഷ്യർ സ്ത്രീകളെ ഭോഗവസ്തുക്കളായി മാത്രം കണ്ടിരുന്ന ഒരു കാലം, വ്യഭിചാരം നിയമാനുസൃതമായി അനുഷ്ഠിച്ചിരുന്ന ഒരു കാലം. ആ കാലത്തെ മനുഷ്യർക്കിടയിലാണ് വ്യഭിചാരം ഏറ്റവും വലിയ പാപമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ വ്യഭിചാരം നിയമാനുസൃതം നിർത്തലാക്കിയ ഒരു സമൂഹത്തിന് കടുത്ത നിയന്ത്രണത്തിന് വിധേയമായി നിങ്ങൾക്ക് 4 ഭാര്യമാർ വരെ ആവാമെന്ന് ഇസ്ലാം അനുവാദം കൊടുക്കുന്നു. അത് വ്യഭിചാരത്തെ നിയന്ത്രിക്കുന്നതിനും സാമൂഹ്യനീതി ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയായിരുന്നു അന്നത്തെ കാലത്ത്. ഇസ്ലാം 4 വിവാഹത്തിന് സമ്മതം നൽകിയപ്പോൾ അതിന് കടുത്ത നിയന്ത്രണങ്ങളും വെച്ചിരുന്നു ഇസ്ലാം അനുശാസിക്കുന്ന നിബന്ധനകൾ ഉൾക്കൊണ്ടുകൊണ്ട് 4 സ്ത്രീകളെ വിവാഹം കഴിക്കുക എന്നത് ഏറെ ക്ലേശകരമായ ഒരു കർമ്മം തന്നെയായിരുന്നു. ഇസ്ലാമിന്റെ നിബന്ധനകളിൽ ഒരു സാധാരണ മനുഷ്യൻ ഒരിക്കലും 4 സ്ത്രീകളെ ഭാര്യയാക്കി കൊണ്ടു നടക്കാനാവുന്നതല്ല. എല്ലാ ഭാര്യമാരോടും എല്ലാ വിഷയത്തിലും തുല്യനീതി പുലർത്താൻ കഴിഞ്ഞിരിക്കണം ഭർത്താവിന്. എങ്കിൽ മാത്രമേ അയാൾക്ക് 1-ലധികം ഭാര്യമാരെ വിവാഹം ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്നാൽ നിയമത്തിന്റെ വഴിയിലും മനുഷ്യൻ അവന്റെ ഇഷ്ടപ്രകാരവും ജീവിക്കുക എന്നതാണ് ഇന്നത്തെ ലോകം. ഇനി നമുക്ക് ഹിന്ദു പുരാണ പ്രകാരം ആർക്കൊക്കെ 1-ലധികം ഭാര്യമാർ ഉണ്ടായിരുന്നു നോക്കാം.
ദശരഥ മഹാരാജാവിന് ഭാര്യമാർ 3 കൗസല്യ, സുമിത്ര, കൈകേയി എന്നിവരായിരുന്നു. ഇവരിൽ നിന്നാണ് രാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നീ 4 മക്കൾ ഉണ്ടാകുന്നതും രാമരാജ്യം ഉണ്ടാകുന്നതും. മഹാഭാരതത്തിലെ മറ്റൊരു ശ്രേഷ്ഠനായിരുന്നു പാണ്ഡു. ഭാര്യമാർ കുന്തി, മാദ്രി എന്നിവരായിരുന്നു. മറ്റൊരാളാണ് ദ്രുപദൻ, മാലിനി, പൃഷതി എന്നിവർ ഭാര്യമാരായിരുന്നു. സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന് സരസ്വതി, സാവിത്രി, ഗായത്രി എന്നീ 3 ഭാര്യമാരുണ്ടായിരുന്നു. ഭഗവാൻ കൃഷ്ണൻ, പ്രണയദേവൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃഷ്ണന് അഷ്ടഭാര്യമാർ എന്നറിയപ്പെടുന്ന 8 രാജകുമാരികൾ ഭാര്യമാരായി ഉണ്ടായിരുന്നു. ഈ രുക്മിണി, സത്യഭാമ, ജാമ്പവതി, കാളിന്തി, മിത്രവൃന്ദ, നാഗ്നജിതി, ഭദ്ര, ലക്ഷ്മൺ എന്നിവരായിരുന്നു അവർ. ദേവരാജനായ ഇന്ദ്രന് ശചി, പൗലോമി, ജയന്തി എന്നീ 3 ഭാര്യമാരുണ്ടായിരുന്നു. ഭഗവാൻ വിഷ്ണുവിന് തന്റെ പ്രിയപത്നിയായ ലക്ഷ്മി ദേവിയെ കൂടാതെ ഭൂമിദേവി, നീലദേവി എന്നീ 2 ഭാര്യമാർ കൂടി ഉണ്ടായിരുന്നു. ഇനി സാക്ഷാൽ പരമശിവനാകട്ടെ പാർവതി, സതി, ഗംഗ, ഉമ എന്നീ ഭാര്യമാരുണ്ടായിരുന്നു. സത്യത്തിൽ ഹിന്ദു പുരാണങ്ങൾ മുഴുവൻ ബഹുഭാര്യത്തിൽ അധിഷ്ഠിതമാണ്. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ത്രീകളെ പ്രാപിക്കാൻ വേഷം മാറി അധമത്തരം കാണിച്ച ദേവന്മാർ വരെ ഉണ്ടായിരുന്നു പുരാണത്തിൽ. അതിനേറ്റവും വലിയ ഉദാഹരണമാണ് ദേവേന്ദ്രൻ അഥവാ ഇന്ദ്രൻ. ഗൗതമ മഹർഷിയുടെ പത്നിയായ അഹല്യയുടെ സൗന്ദര്യത്തിൽ മതിമറന്ന ഇന്ദ്രൻ ഗൗതമ മഹർഷിയുടെ വേഷം സ്വീകരിച്ച് അഹല്യയെ പ്രാപിക്കുന്നുണ്ട്. ഇതറിഞ്ഞ മഹർഷി 2 പേരെയും ശപിക്കുന്നു. ആ ശാപത്തിന്റെ ഫലമായാണ് അഹല്യ പ്രതിമയായി മാറിയതും ശിലയായി മാറിയതും പിന്നീട് രാമപാദ സ്പർശനം കൊണ്ട് ശാപമോക്ഷം ലഭിക്കുന്നതും. ആ ശാപത്തിന്റെ ഫലമായാണ് ഇന്ദ്രന്റെ ശാസ്ത്രയോനി എന്ന പേര് ലഭിക്കുന്നതും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 1000 ദ്വാരങ്ങൾ ഉണ്ടാകുന്നതും യോനികൾ ഉണ്ടാകുന്നതും. ഈ പുരാണങ്ങളെയൊക്കെ പിന്നിലേക്ക് മാറ്റിവെച്ചിട്ടാണ് ടി.ജി. മോഹൻദാസ് മുസ്ലിങ്ങൾക്ക് നേരെ നോക്കി വിറക്കുന്നതും. ഇത്രയും മറച്ചു വെച്ചുകൊണ്ടാണ് ടി.ജി. മോഹൻദാസ് മുസ്ലിങ്ങളുടെ ബഹുഭാര്യ സമ്പ്രദായത്തിനെ എതിർക്കുന്നതും കളിയാക്കുന്നതും. ഇനിയും 4 കെട്ടാൻ ടി.ജിക്ക് മുട്ടുന്നുണ്ടെങ്കിൽ നേരെ അങ്ങ് പൊന്നാനിലേക്ക് വിട്ടോ. എന്നിട്ട് ആ സുനയുടെ തലപ്പൊന്ന് അടിച്ചെത്തിക്കളയണം. വേണമെങ്കിൽ ഒരു തൊപ്പിയും വെക്കുക. വരുന്നുള്ളൂ ടി, ആശ തീർക്കാം. പിന്നെ സ്വന്തം ഭാര്യയെ കിളവിയെന്ന് വിളിച്ചതും ആക്ഷേപിച്ചതും അത് വലിയ കാര്യമായി തോന്നുന്നില്ല. കിളവന്മാരുടെ ഭാര്യ കിളവിയാകുക എന്നത് നിയതിയുടെ തീരുമാനമാണ്. അത് മാറ്റാനാവില്ല മോഹൻദാസ് ജി. ഇന്ത്യ നാനാജാതി മതങ്ങളും ചിന്തകളും ആശയങ്ങളുമുള്ള അതെല്ലാം കൂടിച്ചേർന്ന ഒരു രാജ്ഭൂമിയാണ്. അവിടെ ഓരോ മതങ്ങൾക്കും അവരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളുമുണ്ട്. അതനുസരിച്ച് ജീവിക്കാൻ ഇന്ത്യൻ ഭരണഘടന ഉറച്ച സ്വാതന്ത്ര്യം നൽകുന്നു. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രായഭേദമന്യേ കയറാൻ അനുവദിക്കണമെന്ന് മറുപടി കൂട്ടിയപ്പോൾ സ്വന്തം മതത്തിലെ സ്ത്രീകൾക്ക് അതിനുള്ള അനുവാദം നൽകാതെ അത് ആചാരലംഘനമാണെന്നും വിശ്വാസരാഹിത്യമാണെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വാളെടുത്ത അതേ വിഭാഗം തന്നെയാണ് മറ്റു മതങ്ങളിലെ ആചാരങ്ങളെയും വിശ്വാസത്തെയും ചോദ്യം ചെയ്യുന്നത്. ഇന്ന് പൗരനീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി മുസ്ലിങ്ങൾ 4 കെട്ടുന്നത് ഇല്ലാതാക്കണമെന്ന് ആവശ്യപ്പെടുന്ന നിങ്ങൾ നാളെ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ പോലെ ശവം ദഹിപ്പിക്കണമെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് അതും സ്വീകരിക്കേണ്ടി വരും. അതിന് നിങ്ങൾക്കൊരു കാരണവും ഉണ്ടാവും, പ്രകൃതി മലിനമാക്കാതിരിക്കാനെന്ന്. അത് കഴിഞ്ഞാൽ പറയില്ല ഞങ്ങളുടെ സുനയുടെ തുമ്പ് ചെത്തുന്നില്ല, പിന്നെന്തിനാണ് നിങ്ങൾ സുനി ചെത്തുന്നത്? അതും നിങ്ങൾ നിർത്തലാക്കണമെന്ന്. അതുകൊണ്ട് മുസ്ലിങ്ങളുടെ വഴിക്കും ഹിന്ദുക്കളുടെ വഴിക്കും പോകാൻ അനുവദിക്കുക. ഇവിടെ അവരവരുടെ വിശ്വാസപ്രകാരം എല്ലാവർക്കും തുല്യനീതിയോടെ ജീവിക്കാനുള്ള ഇപ്പോഴത്തെ സ്വാതന്ത്ര്യം തന്നെ ധാരാളമാണ്. അത് ശരിയാവണ്ണം അനുവദിച്ചാൽ മാത്രം മതി. ഇവിടെ മുസ്ലിങ്ങൾ അവരവരുടെ വിശ്വാസപ്രകാരം ജീവിക്കുന്നത് കൊണ്ട് ഹിന്ദുവിന് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. ഇതുവരെ ഒന്നും തന്നെ സംഭവിച്ചിട്ടുമില്ല. എന്നിട്ട് മുസ്ലിമിനെ ആക്രമിക്കുന്നത് ഇന്ത്യ ഹിന്ദുക്കളുടേത് മാത്രം എന്ന ചിന്ത ഉറപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ഒന്നിലധികം ഭാര്യമാർ സ്വന്തമായുള്ള ഹിന്ദു പുരാണ ഇതിഹാസ നായകന്മാർ ഉള്ളപ്പോൾ അത് മറച്ചുവെച്ച് മുസ്ലിങ്ങൾക്ക് നേരെ കുന്തമറിയുന്നത് എന്തിനാണ്? അതൊരു സ്വതന്ത്ര ഹിന്ദു രാജ്യത്തിനാണെങ്കിൽ ഇനി മറ്റൊരു ഭാരതം അതിനുവേണ്ടി ഉണ്ടായി വരിക തന്നെ വേണം എന്നേ പറയാനുള്ളൂ.